പറയട്ടെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറയട്ടെ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം. അപ്പൊ അത് ഭയങ്കര ഇഷ്ടം. ഹാഫ് കൈ ഷർട്ട് ഇടുന്ന എനിക്ക് താല്പര്യം ഇഷ്ടമില്ല. സ്റ്റാർ മാജിക് ഇട്ടാൽ ഞാൻ പറയട്ടെ ഫുൾ കൈ ഇട്ടാൽ മതി, അവിടെ ഇന്ന് ഇതാക്കിയ കേട്ടോ എന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഏട്ടന് ഈ മടക്ക് പോലും മാറ്റണ ഇഷ്ടമല്ല. നമ്മള് വാഷ് ചെയ്താൽ പോലും ആൾക്ക് ഇഷ്ടമല്ല. മടക്ക് മാറ്റില്ല വാങ്ങട്ടെ, ഞാൻ ഇത് ഇതുപോലെ മടക്കി വെച്ചത്. ഇതെനിക്കൊന്ന് 2 ദിവസം മുന്നേ മടക്കിയ സാധനമാണ്. എന്നിട്ട് അത് ഇട്ടുകൊണ്ട് പോയതും ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷർട്ട്. ലക്ഷ്മി നക്ഷത്ര സുധിയുടെ, നമ്മുടെ കൊല്ലം സുധിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ വസ്ത്രത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഭാര്യ ഒരിക്കലും മനസ്സിൽ നിന്ന് കളയാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മണം ദുബായിൽ പോയിട്ട് ഉണ്ടാക്കി പെർഫ്യൂം ആക്കിയിട്ട്. പക്ഷെ പല ആളുകളും പല യൂട്യൂബേഴ്സും ലക്ഷ്മി നക്ഷത്ര ബിസിനസ് ചെയ്യാൻ വേണ്ടി, ബിസിനസ് ആണല്ലോ യൂട്യൂബ്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇമോഷൻസും വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിൽ കുറെ കമന്റുകൾ, കുറെ വീഡിയോകൾ ചെയ്യണത് കണ്ടു. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ 100 ജന്മം എടുത്താൽ കഴിയാത്ത ഒരു കാര്യമാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പൊ ഈ ഒരു ജന്മം കൊണ്ട് ചെയ്തത് അല്ലെ. കാരണം ആ ഭാര്യയ്ക്ക് അത്ര അധികം ഇഷ്ടം ഉള്ള ആ ഒരു സ്മെല്ല്, അത് അവർക്ക് എന്നും ഉപയോഗിക്കാൻ കിട്ടുകയാണ്. ആ മണം ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൈ കിട്ടുക. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ ഒരു ഷർട്ടില്ലേ, ആ ബ്ലഡുള്ള ഷർട്ട് കൊണ്ടായിട്ടാണ് ഈ ഒരു സ്മെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മി നക്ഷത്രത്തെ കളിയാക്കിയതിൽ സംഭവം ശരിയാണ്. ഇമോഷൻ വിറ്റിട്ട് തന്നെയാണ് പല ആളുകളും പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിലൊരു നേരുണ്ട്, ഒരു സത്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. സംഭവം ഒരുപാട് വീഡിയോസിന് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഇമോഷൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കയറുന്നത് പോലെയാണ്. എന്തായാലും ലക്ഷ്മി നക്ഷത്ര അവിടെ ചെന്നതിന് ശേഷം ചാവക്കാടുകാരനായിട്ടുള്ള നമ്മളുടെ ബ്രോ, അയാളാണ് ഈ സ്മെല്ലല്ല, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്മെല്ല്, പല ആളുകളുടെയും ആ ഒരു സ്മെല്ലുണ്ടല്ലോ, വല്ലാത്ത സംഭവമാണ് അല്ലേ. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മണം അവർ മരണപ്പെട്ടതിന് ശേഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഇനി ഇക്കടെ കയ്യിലാണ് കേട്ടോ ഒരു മാജിക് ഉള്ളത്. ഇതിന് മാജിക് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ട്രൈ ചെയ്തിട്ട് ദൈവതമ്പുരാൻ എന്റെ കൂടെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശ്രമിക്കാം. അദ്ദേഹം പരമാവധി നമ്മളിപ്പോ ഒരു തുണി, ഒരു ക്ലോത്ത് എന്തെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ, ഇഷ്ടമുള്ള ഫ്ലവർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മണം, ആ മണം അതേപോലെ കൊണ്ടുതരാൻ 99% പ്രയത്നിക്കുന്ന ആളാണ്. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും കിടന്നിങ്ങനെ ആ ഒരു വിങ്ങല് നമുക്ക് അവരുടെ വീഡിയോയിലൂടെ കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ സ്മെല്ലാണ് നമുക്ക് ഏറ്റവും ഒരിക്കലും മറക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ആ ഒരു സമീപനം, അത് നമ്മൾ അടുത്തുണ്ട് എന്നുള്ള ആ ഒരു തോന്നല് മരണശേഷവും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് ഈ ഒരു സ്മെല്ലിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്തായാലും ഞാൻ കൊണ്ടുപോയി നല്ല പെർഫ്യൂമായിട്ട് തിരിച്ചു കൊണ്ടിട്ടെ. ലക്ഷ്മി നക്ഷത്ര സുധിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ലക്ഷ്മി നക്ഷത്ര ആ ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടുവരിക, ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ്. എന്നിട്ട് ഒരു വാക്കും കൊടുത്തു, ഇത് ഞാൻ സുധിച്ചേട്ടന്റെ സ്മെല്ല് ആയിട്ട് സ്പ്രേ ആയിട്ട് കൊണ്ടുതരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു വസ്ത്രത്തിന്റെ കൈ പോലും മടക്കി വെച്ചിട്ടിരിക്കും എപ്പോഴും. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രധാരണം അതാണെന്ന് പറയുന്നത്. ഫുൾ സ്ലീവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുവരെ അത് മടക്കി വെക്കും. നമ്മൾ സ്റ്റാർ മാജിക്കിൽ അത് കാണാറുണ്ട് അല്ലെ. പല ആളുകളും അദ്ദേഹത്തിന് വിറ്റ് കാശാക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷെ ലക്ഷ്മി നക്ഷത്ര ഒരിക്കലും ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല ആളുകൾക്കും പലതും പറയാം, ആളുകളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് സംസാരിക്കണം, എന്ത് അഭിപ്രായം പറയണം എന്നൊക്കെ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ടച്ച് ആയി പോയി എന്നുള്ളതാണ്. കാരണം അത് ആ വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു സ്മെല്ല് ഉണ്ടാക്കിയതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര സുധിയുടെ ഭാര്യയെ വിളിക്കുമ്പോൾ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് കൊണ്ടത് കേൾക്കാം. കേൾക്കാം. അതെ, ഞാനിപ്പോ യൂസഫ് ഭായിയുടെ അടുത്താണുള്ളത്. അന്ന് ആ ഡ്രസ്സ് മേടിച്ചു കൊണ്ടപ്പോ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നത് ഒരു 75% ഇപ്പൊ സുധിച്ചേട്ടന്റെ പ്രസൻസ് എനിക്ക് ഇപ്പൊ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പെർഫ്യൂം എന്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കി എത്തിക്ക് കൊടുത്തോട്ടെ. രേണു കറിയത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് 100% ഞാൻ പറയില്ല. കാരണം എനിക്ക് കിട്ടാവുന്ന മണങ്ങൾ വെച്ചിട്ട് ഞാൻ ഏകദേശം രൂപം വെച്ചിട്ട് ഞാൻ അതിനോട് ചേർന്നിട്ട് ആത്മാർത്ഥത്തോട് ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇയാൾ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. കാരണം ലക്ഷ്മിനേക്കാളും എന്നേക്കാൾ കൂടുതൽ ആ മണങ്ങൾ തിരിച്ചറിയുന്നത് നിനക്കാണ്. തീർച്ചയായിട്ടും
ആ മണങ്ങളെ തേടി വന്നത് പോലെ ഒരു സുഗന്ധമാണ്. തീർച്ചയായിട്ടും ആ സുഗന്ധങ്ങൾ പറക്കട്ടെ. പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആ ഫീലിംഗ് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം മരിച്ച നേരത്തിലായിരുന്നു ആ ബ്ലഡോട് കൂടിയിട്ടുള്ള ഷർട്ട് എന്റെ കയ്യിൽ കിട്ടിയത്. ഓക്കെ, കണ്ടിന്യൂ. അത്രേ ഉള്ളൂ, ബാക്കി ഞാൻ നേരിട്ട് കൊണ്ടുതരാം. ഒരുപാട് ഓക്കെ. ശരിക്ക് ഇത് കേട്ടതിന് ശേഷം എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പോലും ഡൗട്ടായി പോയി. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ടച്ച് ആയി പോയി. ഭയങ്കര കേട്ടോ. യൂസഫ്ക്ക പോലും സങ്കടപ്പെട്ടു പോയി എന്നുള്ളത്. കാരണം ആ ഒരു അവസാനത്തെ ആ വിയർപ്പ് തുള്ളി അടങ്ങിയിട്ടുള്ള ആ വസ്ത്രമാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രക്തക്കറ പോലും ഉണ്ട് ആ ഒരു വസ്ത്രത്തിന്റെ മുകളിൽ. ഏറ്റവും അവസാനം അദ്ദേഹം ധരിച്ച വസ്ത്രം, ആ വസ്ത്രത്തിൽ നിന്നും ആത്മാവിനെ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എനിക്ക് തോന്നുന്നത്. കാരണം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നക്ഷത്രയുടെ ആ ഒരു ഇമോഷനൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് ഇനി അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു വീഡിയോ കൂടി നക്ഷത്ര ചെയ്യണം, ലക്ഷ്മി നക്ഷത്ര അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പല ആളുകളും പല തെമ്മാടിത്തരവും പറയും, പോയി പണി നോക്കാൻ പറ. കാരണം ഇവിടെ ഒരു നന്മയാണ് ഞാൻ കണ്ടത്. ഈ വീഡിയോയിൽ ഞാനൊരു നന്മയെ കണ്ടിട്ടുള്ളൂ, ഒരു മോശത്തരവും കണ്ടിട്ടില്ല. ഇനി ഇതിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലക്ഷ്മി നക്ഷത്ര ചാനലിലൂടെ ഉണ്ടാക്കിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഒരാളുടെ സന്തോഷം അല്ലെ, ഒരാളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്, അയാൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി മാറ്റി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയ ഒന്നുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലക്ഷ്മി നക്ഷത്രം എന്തായാലും കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് ആ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യം. ഇത് ഭയങ്കര ഈ ദുബായിൽ ഇതിനായിട്ട് പോകുന്നു, ഇത് ചെയ്തു വരുന്നു. അതിനെ ഭാര്യയ്ക്കും കൂടി ആ സ്മെല്ല് കൊടുക്കണം, എന്നാലാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. കാരണം അവരുടെ ഇമോഷൻ കൂടി അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് നമുക്ക്. ഇപ്പൊ തന്നെ നമുക്കറിയാം അത് കൊല്ലം സുധിയുടെ സ്മെല്ല് ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് കാരണം നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. എന്താ പറയാ, ഇത്രയേ ഉള്ളൂ. അപ്പോ സുഖചേട്ടനായിട്ട് ബാക്കി ഞാൻ ഇനി നാട്ടിൽ പോവാണ്, ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയിട്ടാ. ഇവരുടെ മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. പിന്നെ ആ വിഷയം, ആ കണ്ടന്റ്, അതാണ് ഏറ്റവും വലുത്. കാരണം കൊല്ലം സുധിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള നാടാണ് കേരളം അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചിരി, അതൊന്നും മനസ്സിൽ നിന്ന് തന്നെ പോകണില്ല. ഒരു പക്ഷേ ഈ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇവരുടെ ഈ ഒരു ടമാർ പടാറ്, അതിലേറ്റവും കൂടുതൽ ആളുകൾ ആരാധകരായിട്ടുള്ള രണ്ട് മനുഷ്യന്മാരുള്ളൂ അല്ലെ. ഒന്ന് നമ്മളുടെ സ്വന്തം സുധിച്ചേട്ടനാണ്, പിന്നെ ആരാ, അദ്ദേഹം തന്നെ. ഓക്കെ. അപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒരുപാടുണ്ട്, മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു 100 ജന്മം എടുത്താൽ പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ലക്ഷ്മി നക്ഷത്രം ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവരെ ഈ ഒരു രീതിയിൽ വേട്ടയാടപ്പെടുന്നത് ശരിയല്ല. പല യൂട്യൂബേഴ്സും, വലിയ യൂട്യൂബേഴ്സും ഒക്കെ ഇമോഷൻ വിറ്റ് കാശാക്കുന്നു എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടൊക്കെ ഡയലോഗ് അടിച്ചത് കണ്ടപ്പോൾ ശരിക്കും വളരെ സങ്കടം തോന്നി. ഇവർക്കൊക്കെ എന്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഞാൻ നിഷ്പക്ഷമായ നിലപാടുകളിലൂടെ സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ചാനലിൽ വീഡിയോ ഞാൻ കണ്ടു. പക്ഷെ ഇവിടെ എന്ത് നിഷ്പക്ഷതയാണ് കാണിക്കുന്നത്? ഒരു നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാവും കൂടുതൽ. അപ്പൊ എതിർത്ത് നിന്നാൽ വലിയ ആളാവാം എന്നുള്ള ധാരണ കൊണ്ട് ചെയ്തതാകാം. രേണു തന്ന അതേപോലെ നമ്മൾ മടക്കി അതേ കവറിലാക്കി ഒരു പെർഫ്യൂമും കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ ഇനി നാട്ടിലേക്ക്. ഇത് സുചേട്ടന് പണത്, അതെ സുചേട്ടന് പണം മാക്സിമം ചെയ്യാവുന്നൊക്കെ പരമാവധി അദ്ദേഹത്തിന്റെ കഴിവ് ആ ഒരു പെർഫ്യൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ചില പടപ്പുകൾ, അതായത് ചില ജന്മങ്ങൾ അങ്ങനെയാണ്. ആളുകളുടെ സന്തോഷത്തെയും ആളുകളുടെ ഇമോഷനെയും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷെ യൂസഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ചാവക്കാട് നിന്നുള്ള ഈ പച്ചയായ മനുഷ്യൻ, ആളുകളുടെ ആത്മാവ് വെച്ച് കളിക്കുന്നത് അല്ലെ. ശരിക്കും അദ്ദേഹം പറഞ്ഞ വാക്ക് ശരിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്മെല്ല് തന്നെയാണ് നമ്മളെ അവരെ കൂടുതൽ അടുത്തേക്ക് അടുപ്പിക്കുന്നത്. ഒന്ന് കണ്ണടച്ചുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ എന്ന് ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കിയേ, ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോ അത് അമ്മിഞ്ഞ പാലിൻ്റെതാവും. അങ്ങനെ എല്ലാത്തിനും ഒരു സ്മെല്ലാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കാമുകിയോ കാമുകനോ ആവട്ടെ, അവരുടെ ആ ഒരു ഗന്ധമാകാം ഒരു പക്ഷേ നമുക്ക് കണ്ണടച്ചപ്പോൾ കിട്ടുന്നുണ്ടാവുക. കാരണം അത്രയും കണക്റ്റ് ആവുന്നത് അവർ ആ ഒരു സ്മെല്ലിനെ കൂടി നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ്. കൊല്ലം സുധി
എന്തായാലും ഇനി ഈ ഒരു സ്മെല്ലിലൂടെ അവരുടെ ഭാര്യക്ക് അവർക്കത് കിട്ടട്ടെ. ആ ഒരു കാരണം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ലക്ഷ്മി നക്ഷത്രത്തെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന കുറെ കൂതറ കീടങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ആ വിരൽ നമസ്കാരം ഞാൻ തരികയാണ്. കാരണം ഇവിടെ ഒരു നന്മയാണ് പൂത്തുലഞ്ഞത്, ഒരിക്കലും ഒരു തിന്മയല്ല. നന്മയെയും തിന്മയെയും വേർതിരിച്ച് കാണാനുള്ള കഴിവില്ലാത്ത കുറെ ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വൃത്തികേടുകളാണ്, ഒരിക്കലും ചെയ്യരുത്. ലക്ഷ്മി നക്ഷത്രം ചെയ്ത കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.